വത്തിക്കാൻ വോയിസ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും വളരെ സ്നേഹത്തോടും സന്തോഷത്തോടും കൂടെ ഞാൻ വീണ്ടും സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സന്ദേശങ്ങൾ മലയാളിക്ക് പരിചയപ്പെടുത്തുകയാണ് ഈ പ്രോഗ്രാമിലൂടെ മുഖ്യമായും ചെയ്തുകൊണ്ടിരിക്കുന്നത്. നവംബർ അവസാനം മാർപ്പാപ്പ നടത്തിയ ഒരു പ്രസംഗമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. അത് യൂണിവേഴ്സിറ്റിയിലെ ചാപ്ലൈൻമാർ, പിള്ളേർക്ക് വേണ്ട ആധ്യാത്മിക സേവനം ചെയ്യുന്നവരെയാണ് ചാപ്ലൈൻസ് എന്ന് പറയുന്നത്. അജപാലക പ്രവർത്തകർ, അവർക്ക് വേണ്ടി വത്തിക്കാൻ സംഘടിപ്പിച്ച ഒരു സമ്മേളനത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ നൽകിയ സന്ദേശമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. 3 കാര്യങ്ങൾ ഈ നേതൃത്വം കൊടുക്കുന്ന ആളുകൾ, ആത്മീയ നിയന്ത്രണം നടത്തുന്ന ആളുകൾ ശ്രദ്ധിക്കണമെന്ന് ഈ പ്രസംഗത്തിൽ, ഈ സന്ദേശത്തിൽ മാർപ്പാപ്പ പറഞ്ഞു. എല്ലാ വ്യക്തികളുടെയും വ്യത്യാസങ്ങൾ അംഗീകരിക്കുക, അത് പ്രധാനമാണ്. കരുതലോടെ അവരെ അനുധാപനം ചെയ്യുക, ധീരമായി ഇടപെടണം അവരുടെ നന്മയ്ക്ക് വേണ്ടി. അപ്പോൾ ഇതായിരുന്നു മാർപ്പാപ്പയുടെ സന്ദേശത്തിൻ്റെ കാതൽ. ഈ സംസ്കാരത്തിനും വിദ്യാഭ്യാസത്തിനും വേണ്ടിയുള്ള വത്തിക്കാൻ കാര്യാലയം സംഘടിപ്പിച്ച മീറ്റിംഗ് ആയിരുന്നു ഇത്. അവിടെ മാർപ്പാപ്പ അവരോട് സംസാരിച്ചു. ഈ സമ്മേളനത്തിൻ്റെ പഠന വിഷയം ബഹുസ്വര ദർശനത്തിലേക്ക് എന്നുള്ളതായിരുന്നു. നവംബർ 23 മുതൽ 24 വരെ ആയിരുന്നു. 23, 24 തീയതികളിലാണ് ഇത് നടന്നത്. മാർപ്പാപ്പ പ്രത്യേകം ഓഡിയൻസ് കൊടുക്കുന്ന ഹാളിലാണ് അവരെ കണ്ടുമുട്ടിയത്. മാർപ്പാപ്പയുടെ പ്രസംഗം നമുക്ക് കേൾക്കാം. അദ്ദേഹം ആദ്യമായി ഇത് സംഘടിപ്പിച്ച കർദിനാളിനും അതിൽ പങ്കെടുത്ത എല്ലാവർക്കും ഹൃദയപൂർവ്വം നന്ദി പറഞ്ഞു. അവർക്ക് അഭിവാദനങ്ങൾ അർപ്പിച്ചു. നിങ്ങൾ സംഘടിപ്പിച്ച ഈ സമ്മേളനത്തിന് എത്താനായത് ഒരു ഭാഗ്യമായി കരുതുന്നു എന്ന് മാർപ്പാപ്പ പറഞ്ഞു. നിങ്ങളുടെ സാന്നിധ്യം വിവിധ വിഷയങ്ങളിലുള്ള വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും നിങ്ങളുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും മികച്ച പ്രകടനത്തിൽ പലപ്പോഴും നിഗൂഢമായി സംഭാവന നൽകുന്നവരുടെയും ശബ്ദം കേൾപ്പിക്കാൻ, അഭിപ്രായങ്ങൾ, സ്വരം പറയാൻ നിങ്ങൾക്ക് സാധിച്ചു. അത് നല്ല കാര്യമെന്ന് മാർപ്പാപ്പ പറഞ്ഞു. ചർച്ചകളിൽ അതാണല്ലോ സംഭവിക്കുന്നത്. നമ്മുടെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ, ഓരോ സ്ഥലത്തും സംഭവിക്കുന്ന കാര്യങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. സംസ്കാരങ്ങളുടെയും പ്രാദേശിക സഭകളുടെയും ഇപ്പോഴും പഠിക്കുന്നതിനുള്ള അവകാശം നിർഭാഗ്യവശാൽ കൈപ്പിടിയിലെത്താതെ സ്വപ്നമായി നിലനിൽക്കുന്ന അഭയാർത്ഥികളും ദരിദ്രരുമടക്കമുള്ള യുവജനങ്ങളടങ്ങുന്ന നിരവധി ജനങ്ങളെ ശുശ്രൂഷിക്കുന്നവരുടെ ശബ്ദങ്ങൾ കേൾപ്പിക്കാനും നിങ്ങൾക്ക് സാധിച്ചു എന്ന് പറഞ്ഞു. നമുക്കറിയാം, യൂണിവേഴ്സിറ്റികളിലൊക്കെ യൂറോപ്പിലൊക്കെ പഠിക്കണമെങ്കിൽ വലിയ ബുദ്ധിശക്തിയുള്ളവരും സാമ്പത്തികതയുള്ളവർക്കും മാത്രമാണ് സാധിക്കുന്നത് നല്ല യൂണിവേഴ്സിറ്റികളിൽ പഠിക്കണമെങ്കിൽ. അങ്ങനെ പഠിക്കാൻ പറ്റാത്ത ആളുകളാണ് പാവപ്പെട്ടവർ. നമ്മുടെ നാട്ടിൽ ഇതൊക്കെ തന്നെയാണല്ലോ അവസ്ഥ. അങ്ങനെ പഠിക്കാൻ പറ്റാത്ത ആളുകളാണ് അഭയാർത്ഥികൾ. അപ്പോൾ അവരുടെ ആവശ്യങ്ങളിലേക്കും നിങ്ങളുടെ ശ്രദ്ധ കടന്നു ചെന്നതിൽ മാർപ്പാപ്പ അവരെ അഭിനന്ദിക്കാനായിട്ട് ശ്രദ്ധിച്ചു, മറന്നുപോയില്ല. ബഹുസ്വര ദർശനത്തിലേക്ക് എന്നതാണല്ലോ നിങ്ങളുടെ സമ്മേളനത്തിൻ്റെ വിഷയമെന്ന് പറഞ്ഞുകൊണ്ട് മാർപ്പാപ്പ തുടങ്ങി. എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു രൂപമാണ് പോളിഹെഡ്രോൺ വാക്ക്. അത് മലയാളത്തിൽ പറയാൻ അല്പം വിഷമമുണ്ട്. വിവിധ മുഖങ്ങളുള്ള 6 മുഖം എങ്കിലുമുള്ള രൂപത്തിനാണ് ഈ വാക്കുക ഉദ്ദേശിക്കുന്നത്. പോളിഹെഡ്രോൺ, വിവിധ മുഖങ്ങൾ, അങ്ങനെയുള്ള ഒരു ചിത്രമാണത്. കാരണം അത് വളരെ പ്രകടനപരമാണ്. മാർപ്പാപ്പ പറയാണ്, മാർപ്പാപ്പയ്ക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. മറ്റൊരവസരത്തിൽ മാർപ്പാപ്പ ഈ ഒരാശയം അവതരിപ്പിച്ചത് ഞാൻ ഓർക്കുന്നു. നിങ്ങൾക്കറിയാവുന്നതുപോലെ അത് എനിക്കേറെ പ്രിയപ്പെട്ടതാണ്. പാപ്പാസ്ഥാനം ഏറ്റെടുക്കുന്ന കാലത്ത് ചിന്താ മാതൃകാ ഗോളം, സ്പിയർ, ഓരോ ബിന്ദുവും കേന്ദ്രത്തിൽ നിന്ന്
തുല്യ ദൂരത്തിലാണ്. അവ തമ്മിൽ വ്യത്യാസമില്ല. അത് അതിൻ്റെ എല്ലാ ഭാഗങ്ങളുടെയും മുഖത്വത്തെ പ്രതിഫലിപ്പിക്കുന്നു. അവയിൽ ഓരോന്നും അതിൻ്റെ സവിശേഷത സംരക്ഷിക്കുകയും ചെയ്യുന്നു എന്ന് ഞാൻ എഴുതി. സുവിശേഷത്തിൻ്റെ ആനന്ദം എന്ന് പറയുന്ന മാർപ്പാപ്പയുടെ ആദ്യത്തെ പ്രധാനപ്പെട്ട രേഖയാണത്. 236 മാർപ്പാപ്പ അത് പറയുകയുണ്ടായി. അങ്ങനെ സുവിശേഷം മാംസം ധരിക്കുകയും വിവിധ ജനങ്ങളുടെ ജീവിതങ്ങളിൽ വിവിധ സ്വരഭേദങ്ങളിൽ പുറത്തു വരുന്ന ഒറ്റ ഗീതം പോലെ വിവിധ രീതികളിൽ യോജിച്ച ആവിഷ്കാരം സ്വീകരിക്കുകയും ചെയ്യുന്നു. ഇതാണ് എപ്പോഴും മാർപ്പാപ്പ പറയും, ഒരു നല്ല ഓർക്കസ്ട്ര, എല്ലാ സംഗീത ഉപകരണങ്ങളും അവിടെ ഉപയോഗിക്കുന്നുണ്ട്. വ്യത്യസ്ത ഉപകരണങ്ങളാണ്. അതെല്ലാം കൂടി സമന്വയിപ്പിച്ചുകൊണ്ട് വരുന്ന ആ ഗാനമുണ്ടല്ലോ, അതുപോലെയാണ്. വ്യത്യസ്തത ഒന്നായി താളാത്മകമായി വരുന്ന അവസ്ഥയെ പറ്റിയാണ്. അത് മാർപ്പാപ്പയ്ക്ക് ഇഷ്ടമുള്ള ഒരു ഉപമയാണ്, ഒരു പ്രതീകമാണ്, അതെപ്പോഴും ഉപയോഗിക്കുന്നതാണ്. നിങ്ങളുടെ ശുശ്രൂഷയിൽ സുപ്രധാനമെന്ന് കരുതുന്ന 3 സമീപനങ്ങളെക്കുറിച്ച് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് മാർപ്പാപ്പ പറഞ്ഞു. ഞാൻ ആദ്യം അത് പറഞ്ഞല്ലോ, ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു. വ്യത്യാസങ്ങൾ അതുകൊണ്ട് അംഗീകരിക്കുക, കരുതലോടെ നമുക്ക് വരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നവരെ അനുധാപനം ചെയ്യുക, അക്കമ്പനി, അത് പ്രധാനപ്പെട്ടതാണ്. 3, അവരുടെ ജീവിതത്തിൽ ധീരമായി ഇടപെടുക. ഈ 3 കാര്യങ്ങളാണ് മാർപ്പാപ്പ ഈ ആത്മീയമായ ശുശ്രൂഷ, നേതൃത്വം, പരിശീലനമൊക്കെ കൊടുക്കുന്ന യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികൾക്ക് കൊടുക്കുന്ന ജപാലകരോട്, ചാപ്ലൈൻമാരോട് പറഞ്ഞത്. വ്യത്യാസങ്ങൾ അംഗീകരിക്കുന്നതിനെക്കുറിച്ച് മാർപ്പാപ്പ പറഞ്ഞു. 1-ാമത്തെ പോയിന്റ് അതാണല്ലോ. പോളിഗഡ്രോൺ എന്നാൽ നേരെയുള്ള ഒരു ജിയോമെട്രിക് രൂപമല്ല. അതുകൊണ്ട് മാത്തമാറ്റിക്സിലൊക്കെ നമുക്കത് അറിയാവുന്നതാണ്. കൈകാര്യം ചെയ്യുന്നതിന് എളുപ്പമുള്ളതും മിനുസമുള്ളതുമായ ഗോളത്തിൽ നിന്നും അത് വ്യത്യാസമാണ്. അത് കോണാകൃതിയിലുള്ളതാണ്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. മൂർച്ചയുള്ളതുമാണ്. അതിൻ്റെ മുനകൾ അവിടെയുണ്ട്. പലപ്പോഴും യാഥാർത്ഥ്യം അങ്ങനെ ആയിരിക്കുന്നത് പോലെ അതിന് ഒരു വായ്ത്തലയുമുണ്ട്. അതാണ് മാർപ്പാപ്പ പറഞ്ഞു വയ്ക്കുന്നത്. ഈ പോളിഗഡ്രോൺ എന്ന് പറയുമ്പോൾ ആ രൂപത്തിൻ്റെ ഒരു പ്രത്യേകത അതാണ്. എങ്കിലും ഈ സങ്കീർണത അതിൻ്റെ സൗന്ദര്യത്തിൻ്റെ അടിസ്ഥാനമാണ്. അതാണ് ആ പോളിഗഡ്രോൻ്റെ സൗന്ദര്യം. കാരണം പ്രകാശത്തെ ഓരോ മുഖപ്പിൻ്റെയും ആംഗിൾ അനുസരിച്ച് വിവിധ സ്വരഭേദങ്ങളിലും തലങ്ങളിലും പ്രതിഫലിപ്പിക്കുവാൻ ഇതിന് സാധിക്കും. അതാണ് അതിൻ്റെ പ്രത്യേകത. ഒരു മുഖപ്പ് നിയന്ത്രിതമായ പ്രകാശത്തെ നൽകുന്നു, അടുത്തത് കൂടുതൽ നിശ്ചലമായതിനെ നൽകുന്നു, അടുത്തത് ഒരു വലിയ എല്ലാത്തിനെയും കൂടെ പ്രകാശിപ്പിക്കുന്ന ഒന്നിനെ നൽകുന്നു. അത് മാത്രമല്ല, വിവിധ വശങ്ങൾ കൊണ്ട് ഒരു പോളിഗഡ്രോന് വിവിധ നിഴലുകൾ സൃഷ്ടിക്കാനും സാധിക്കും. അതാണ് ഈ പോളിഗഡ്രോൻ്റെ ഒരു പ്രത്യേകത. ഒരു പോളിഗഡ്രോൺ വിഷൻ ഉണ്ടാവുക എന്നാൽ മാർപ്പാപ്പ പറയുകയാണ്, ഈ നേർത്ത വ്യത്യാസങ്ങളെ തിരിച്ചറിയുന്നതിന് നമ്മുടെ കണ്ണുകളെ പരിശീലിപ്പിക്കുക എന്നതാണ്. യാഥാർത്ഥ്യത്തെ അതിൻ്റെ എല്ലാ മാനങ്ങളോടും നുവാൻസസോടുകൂടി കണ്ടെത്താൻ സഹായിക്കുക എന്നതാണ്. അതിലേക്ക് ക്വാർട്സ് ക്രിസ്റ്റൽ പോലെയുള്ള ധാതു ലോകത്തെ വിസ്മയകരമായ പോളിഗഡ്രോകളുടെ ഉത്ഭവത്തിന് പിന്നിൽ വലിയ ചരിത്രമുണ്ട് എന്ന് മാർപ്പാപ്പ പറയുകയാണ്. 100 കണക്കിന് ദശലക്ഷം വർഷങ്ങളിലെ സങ്കീർണമായ ജിയോളിക്കൽ പ്രക്രിയയുടെ ഫലമായിട്ടാണ് ഈ പോളിഗഡ്രോൺ രൂപം കൊള്ളുന്നത്. ശാന്തവും ഔദാര്യപൂർവവും സൃഷ്ടിപരവുമായ ഈ പ്രക്രിയ ദൈവിക പ്രവർത്തനത്തിൻ്റെ രീതികളെക്കുറിച്ച് നമ്മെ ഓർമ്മിപ്പിക്കുന്നു എന്നും മാർപ്പാപ്പ പറയുകയാണ്. ഇങ്ങനെയുള്ള ക്രിസ്റ്റൽസ്, അത് ആണ് ഒരർത്ഥം. മുനയൊക്കെ വരുന്നത് അതുകൊണ്ടാണ്. നമുക്ക് അത് എത്രയോ കൊല്ലങ്ങൾ കൊണ്ടാണ് രൂപപ്പെട്ടു വരുന്നത് പോളിഗഡ്രോൺ. അതാണ് മാർപ്പാപ്പ പറയുന്നത്. അത് ദൈവം അങ്ങനെയാണ്, ശാന്തമായി സ്വസ്ഥമായി സാവകാശമായി പ്രവർത്തിക്കുന്നത് പോലെയാണ്. യെശയ്യാ പ്രവാചകൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പോലെ അവിടുന്ന് സൂര്യൻ്റെ പ്രകാശം സൃഷ്ടിക്കുന്നു.
അത് വലിയ പ്രകാശമാണ്, സൂര്യൻ്റെ പ്രകാശം. എന്നാൽ മങ്ങിയ തിരിയുടെ നേർത്ത വെട്ടത്തെയും അത് പ്രകാശിപ്പിക്കുന്നുണ്ട്. ആ നേർത്ത വെട്ടത്തെ അവഗണിക്കുന്നില്ല. യെശയ്യായുടെ പുസ്തകം 42 നമ്മളത് വായിക്കും. 3-ാം വചനമാണെന്നാണ് എൻ്റെ ഓർമ്മ. നമ്മളത് വായിക്കും. ഈ പ്രതീകങ്ങളെല്ലാം പറയുന്നത് എന്താണ്? അപ്പം ഈ പോളികെട്രോൺ എന്ന് പറയുന്ന ഈ സ്ഫടിക രൂപത്തിൻ്റെ പാഠം നമുക്ക് തരുന്ന കാര്യം എന്താണ്? മാർപ്പാപ്പ പറയുകയാണ്. അതെന്താണ് പഠിപ്പിക്കുന്നത്? വിദ്യാഭ്യാസം എന്നാൽ വ്യക്തികളെയും സാഹചര്യങ്ങളെയും അവരുടെ എല്ലാ പ്രകാശങ്ങളോടും നിഴലുകളോടും കൂടെ, അതെ, നിഴലുകളോടും കൂടെ മാർപ്പാപ്പ എടുത്ത് ഊന്നൽ കൊടുത്ത് പറയുകയാണ്. പ്രകാശമുണ്ട്, നിഴലുണ്ട്. കൂടുതൽ നിഴലുകൾ നമുക്ക് എല്ലാവരും നമ്മുടെ ജീവിതത്തിലെല്ലാം ഉണ്ടല്ലോ. കുട്ടികളുടെ ജീവിതത്തിലുണ്ട്, വിദ്യാർത്ഥികളുടെ ജീവിതത്തിലുണ്ട്. ഒരുതരം പിതൃ സ്നേഹത്തോടെ അംഗീകരിക്കാനായിട്ട് അത് നമ്മളെ പഠിപ്പിക്കുന്നു. ഇവരോടാണ് പറയുന്നത്, ചാപ്ലൈന്മാരോടൊക്കെയാണ്, അജപാലകരോടാണ് പറയുന്നത്. അത് നമ്മൾ പഠിക്കണം. അതിനെ ദൈവം ഓരോ വ്യക്തിയിലും നിക്ഷേപിച്ചിട്ടുള്ള കഴിവുകളെ, വിത്തുകളെ അതിൻ്റെ രീതിയിൽ വളരാൻ അനുവദിക്കണം. അതാണ് അധ്യാപകരുടെ, ഞാൻ പറയുന്നത് ഇവരെല്ലാം അധ്യാപക രംഗത്ത് പ്രവർത്തിക്കുന്നവരുമാണല്ലോ. അധ്യാപകരുടെയും വൈദികരുടെയും അല്ലെങ്കിൽ മറ്റു നേതൃത്വം കൊടുക്കുന്ന ആളുകളുടെയും ചുമതല അതാണ്. ഓരോ വ്യക്തിയെയും അവരായിരിക്കുന്നത് പോലെ അനുധാവനം ചെയ്യണം. നമുക്ക് ഇഷ്ടം പോലെയല്ല. അവരെന്താണോ, അവരിൽ ദൈവം എന്താണോ ചെയ്തിരിക്കുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്. പലപ്പോഴും മനുഷ്യൻ്റെ സിദ്ധികളെല്ലാം വളർത്തപ്പെടാതെ പോകുന്നതിൻ്റെ കാരണം ഇതാണ്. മാതാപിതാക്കന്മാർ അതാണ് ചെയ്യേണ്ടത്. ഓരോ കുഞ്ഞിനും ദൈവം നൽകിയിരിക്കുന്ന കഴിവുകൾ മനസ്സിലാക്കി അതിൽ വികസിപ്പിക്കുക. സന്തോഷത്തോടെ ഒരു കുഞ്ഞ് ജീവിക്കണമെങ്കിൽ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. പലപ്പോഴും നമ്മൾ നമ്മുടേതായ ഇഷ്ടങ്ങൾ അങ്ങ് അടിച്ചേൽപ്പിക്കുകയാണ് കുഞ്ഞുങ്ങളിലും വിദ്യാർത്ഥികളിലും ഒക്കെ ചെയ്യുന്നത്. അതുകൊണ്ടാണ് മാർപ്പാപ്പ വളരെ വ്യക്തമായി പറയുന്നത്, ഈ വാചകം വളരെ പ്രധാനമാണ്. ഓരോ വ്യക്തിയെയും അവരായിരിക്കുന്നത് പോലെ അനുധാവനം ചെയ്യണം. എല്ലാ സംവാദത്തിൻ്റെയും യാത്രയുടെയും പുരോഗതിയുടെയും തുടക്കം ഇവിടെ നിന്നാണ് എന്നും മാർപ്പാപ്പ അവരോട് പറയുകയായിരുന്നു. നമ്മോടും പറയുകയാണ്, ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാവരോടും പറയുകയാണ്. അപ്പം രണ്ടാമത്തെ പോയിന്റിലേക്ക് മാർപ്പാപ്പ പറയുകയാണ്, ഈ കാഴ്ചപ്പാട് നമ്മെ കരുതലോടെ വിദ്യാർത്ഥികളെ, ഇവിടെ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികളെ ആണല്ലോ, അവരെ നയിക്കുന്നവരാണല്ലോ, വിദ്യാർത്ഥികളെ അനുധാവനം ചെയ്യുക. ആ പോയിന്റിലേക്കാണ് മാർപ്പാപ്പ പിന്നീട് വരുന്നത്. ദൈവം വിതച്ചിട്ടുള്ള വിത്തുകളുടെ സജീവതയിൽ വിശ്വസിക്കണം അധ്യാപകർ കുഞ്ഞുങ്ങളുടെ. എന്നാൽ നിങ്ങളെ ഭരമേൽപ്പിച്ചിട്ടുള്ള യുവജനങ്ങളുടെ ആശയക്കുഴപ്പമുണ്ടാക്കുന്ന ചിന്തകളിലൂടെയും അഭിനിവേശങ്ങളിലൂടെയും സ്നേഹങ്ങളിലൂടെയും വെളിച്ചത്ത് വളരുന്നവയെ കരുതുക എന്നതും പ്രധാനപ്പെട്ട കാര്യമാണ്. അവരിലൂടെ പ്രകടമാകുന്നവയെ നമ്മൾ പരിഗണിക്കണം. ഈ ഉത്തരവാദിത്തം ഏറ്റെടുക്കുവാൻ ഭയപ്പെടാതിരിക്കുക. നമുക്കുള്ളത് അങ്ങ് അടിച്ചേൽപ്പിച്ചാൽ പോരാ. വിദ്യാഭ്യാസം നമുക്ക് അടിച്ചേൽപ്പിക്കലല്ല. അതുകൊണ്ടാണ് രണ്ടു കൂട്ടരും കൂടെ ഒന്നിച്ച്, പ്രത്യേകിച്ച് യൂണിവേഴ്സിറ്റി തലങ്ങളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ഒന്നിച്ച് പഠിക്കുകയും ഒന്നിച്ച് അന്വേഷിക്കുകയുമാണ്. ഗവേഷണമാണ്. അവിടെ വ്യക്തികേന്ദ്രീകൃതമായി പോകേണ്ട കാര്യത്തെക്കുറിച്ചാണ് മാർപ്പാപ്പ പറയുന്നത്. ചോദ്യങ്ങളെയും ഉത്തരങ്ങളെയും നേരിടുന്നതിലും വിലക്കുകളെ നേരിടുന്നതിലും നിങ്ങളുടെ മനോഭാവം എന്തായിരിക്കണം? തർക്കിച്ച് സാധൂകരിക്കുന്നതിന് ഉപരിയാകണം. കുട്ടികൾ പറയുന്നതിനെ തർക്കിച്ച് തോൽപ്പിക്കാൻ നോക്കുകയല്ല, അതിനപ്പുറത്തേക്ക് പോകണമെന്ന് മാർപ്പാപ്പ പറയുകയാണ്. ഒരു ജിയോമെട്രിക് വസ്തുവിൻ്റെ വശങ്ങൾ ഇല്ലാതാക്കിയാൽ, നിഴലുകൾ മായിച്ചു കളഞ്ഞാൽ നാം എത്തിച്ചേരുന്നത് വീതിയും ആഴവുമില്ലാത്ത പരന്ന പ്രതലത്തിലാണ്. അത് മനോഹരമാണ് എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ടതാണ്. ഇന്ന് സഭയിൽ കാണുന്നത് ജനങ്ങളെ ഒരുതരം വ്യത്യാസങ്ങളില്ലാത്ത പരന്ന ഒരു രൂപത്തിലേക്ക് എത്തിക്കുന്ന ഒരു സാഹചര്യമാണ് എല്ലാം. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടതാണ്. മാർപ്പാപ്പ ആ കാര്യവും അവിടെ സൂചിപ്പിച്ചു. എല്ലാവരെയും ഒരു യൂണിഫോം രീതിയിലേക്ക് ആക്കുന്നു. അത് അല്ല, ഓരോരുത്തരുടെയും തനിമ, അനന്യത, വ്യക്തിത്വം വളർത്തുന്നതാണ് അവർക്ക് പരിശീലനം കൊടുക്കുന്ന എല്ലാവരുടെയും ഉത്തരവാദിത്വം എന്ന് സൂചിപ്പിക്കുകയാണ്. ഇന്ന് സഭയിൽ കാണുന്നതും ജനങ്ങളെ ഒരുതരം വ്യത്യാസങ്ങളില്ലാത്ത പരന്ന ഒരു രൂപത്തിലേക്ക് എത്തിക്കുന്ന ഒരുതരം
ആദർശപരമായ പ്രവാഹമാണ് എന്നും മാർപ്പാപ്പ ദുഃഖത്തോടെ പറയുകയാണ്. ഓരോ വ്യക്തിയും അവരായിരിക്കുന്ന അവസ്ഥയിൽ വിവേകത്തോടെ വിലയിരുത്തിയാൽ മനസ്സിലാകും തങ്ങൾ ഓരോരുത്തരും ഒരു കലാരൂപമാണെന്ന്. പ്രത്യേകിച്ച് ഓരോ വ്യക്തിയും, മനുഷ്യർ, നമ്മൾ കലാരൂപങ്ങളാണ്. കർത്താവ് തന്നെ അത് ശില്പകലയിൽ നമ്മെ പഠിപ്പിക്കുന്നുമുണ്ട്. രൂപരഹിതമായ ശൂന്യതയിൽ നിന്നും പ്രപഞ്ചത്തിന് രൂപം കൊടുക്കുകയും മരണത്തിൻ്റെ ഇരുട്ടിൽ നിന്നും ജീവനിലേക്ക് ഉയർക്കുകയും ചെയ്ത കർത്താവ് ഇതാണല്ലോ. ശൂന്യതയിൽ നിന്ന്, രൂപരഹിതമായ ശൂന്യതയിൽ നിന്നാണ് ഈ പ്രപഞ്ചത്തെ രൂപപ്പെടുത്തിയത്, ശില്പി എന്നതുപോലെ. അതുപോലെ തന്നെ മരണത്തിൻ്റെ ഇരുട്ടിൽ നിന്ന് ജീവനിലേക്ക് അവിടുന്ന് ഉയർത്തെഴുന്നേറ്റു. ഏറ്റവും ദുർബലമായതിനെയും കുറവുള്ളതിനെയും സംവഹിച്ചുകൊണ്ട്, അതാണ് ദൈവം ചെയ്യുന്നത്, ഈശോ ചെയ്തത് അതാണ്. തൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും മികച്ചതിനെ എങ്ങനെയാണ് ആകർഷിക്കേണ്ടത് എന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പം ദൈവത്തിൻ്റെ ഒരു ശൈലി അതാണ് എന്ന് ബൈബിൾ നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടുള്ളതാണിത്. നിങ്ങൾക്ക് ദിവസവും നേരിടേണ്ടി വരുന്ന വ്യക്തികളും സംസ്കാരങ്ങളും സാഹചര്യങ്ങളും വൈവിധ്യങ്ങളും പലപ്പോഴും പ്രശ്നഭരിതമായ ചിന്തകളുമുള്ള വിദ്യാഭ്യാസം വെല്ലുവിളികൾ ഒരിക്കലും നിരുന്മേഷകനാക്കാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്ന് മാർപ്പാപ്പ പറയുകയാണ്. എത്രയോ യൂണിവേഴ്സിറ്റികളിൽ ഇപ്പം നമ്മുടെ പിള്ളേരും ഒക്കെ വിദേശ യൂണിവേഴ്സിറ്റികളിലേക്കാണ് പോകുന്നത്. എല്ലാ സംസ്കാരവും എല്ലാ രാജ്യങ്ങളും വ്യത്യസ്തമായ ചിന്താഗതികളും എല്ലാം ഒന്നിച്ച് വരുന്നിടത്ത് എല്ലാം ഒരുപോലെ ആയി പോകാനായിട്ട് ശ്രദ്ധിക്കാതെ അവരുടെ ആ വൈവിധ്യത്തെ വളർത്തിയെടുക്കാൻ ശ്രദ്ധിക്കണമെന്നതാണ് ഏറ്റവും പ്രധാനമായി മാർപ്പാപ്പ പറഞ്ഞു വയ്ക്കുന്നത്. ഈ ചിന്തയിൽ പെട്ടെന്നുള്ള ഫലം പ്രതീക്ഷിക്കാതെ, എന്നാൽ യുവജനങ്ങളെ അനുധാവനം ചെയ്യുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ, ഇതും ഒരു പരിശീലനം കൊടുക്കുന്നവരുടെ ചുമതലയാണ്. അത്ഭുതങ്ങൾ ഈ കുഞ്ഞുങ്ങളിൽ നിന്ന്, ഈ യുവജനങ്ങളിൽ നിന്നുണ്ടാകുമെന്ന് മാർപ്പാപ്പ പറയുകയാണ്. ആ പ്രതീക്ഷയോടെ അവരെ എല്ലാം കരുതാനാണ് മാർപ്പാപ്പ പറയുന്നത്. ഇത് മനോഹരമായ ഒരു പഠനമാണ്, ചിന്തയാണ്. എല്ലാം സർവസാമ്യം വളർത്തുന്നതിലല്ല അടങ്ങിയിരിക്കുന്നത്. അവർ വളരുന്നത് അവരുടെ സമ്പന്നത പ്രകടമാക്കുന്ന വൈവിധ്യത്തിലാണ് എന്ന ചിന്തയാണ് ഇവിടെ നൽകുന്നത്. ഓരോരുത്തരും വ്യത്യസ്തരാണ്, യുണീക്കാണ്, അനന്യരാണ്. ഒരാളെപ്പോലെയുള്ള മറ്റൊരാളും ഈ ലോകത്തില്ല. അതുകൊണ്ടാണ് അവർക്ക് നൽകപ്പെട്ടിരിക്കുന്ന ആ സിദ്ധികളെ വളർത്തി വരുമ്പോഴാണ് ഈ ലോകം സമ്പന്നമാകുന്നത്, മനുഷ്യ വ്യക്തിത്വം സാക്ഷാത്കരിക്കുന്നത്. തുടർന്ന് മാർപ്പാപ്പ മൂന്നാമത്തെ പോയിന്റിലേക്ക് വരികയാണ്. ധീരമായി ഇടപെടുക. അധ്യാപകർ, അജപാലകർ ഇടപെടണം. പ്രിയ സ്നേഹിതരെ, യൂണിവേഴ്സിറ്റി പശ്ചാത്തലത്തിൽ സുവിശേഷത്തിൻ്റെ ആനന്ദം വളർത്തുന്നത് ആവേശകരവും എന്നാൽ സാഹസികവുമായ ഒരു ദൗത്യമാണ്. സുവിശേഷത്തിൻ്റെ ആനന്ദം സുവിശേഷം ഇവർക്ക് നൽകണമെന്നുള്ള ആശയമാണ് മാർപ്പാപ്പ പറഞ്ഞത്. നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ലക്ഷ്യം യഥാർത്ഥത്തിലുള്ള ക്രൈസ്തവ വിശ്വാസം, ഏറ്റവും സത്യസന്ധം അതാണല്ലോ, അത് പകർന്നു കൊടുക്കുക എന്നതാണ്. വലിയ ധൈര്യം ആവശ്യമുള്ളൊരു കാര്യമാണിത്. എല്ലാ സംരംഭങ്ങളുടെയും തുടക്കത്തിൽ പ്രകടമാകുന്ന സ്വഭാവമാണിത്. പറയുകയാണ്, എല്ലാ സംരംഭങ്ങളിലും ഒരു ധൈര്യം വേണം. വെളിച്ചമുണ്ടാകട്ടെ എന്ന സൃഷ്ടിയുടെ കഥ മുതൽ, ഒരു ധീരതയോടെയുള്ള ഒരു വാക്കാണത്, മറിയത്തിൻ്റെ സമ്മതം, ഫിയാത്ത് വരെയുള്ള എല്ലാറ്റിലും നമ്മുടെ അനുദിന ജീവിതത്തിലെ ഏറ്റവും നിസാരമായ സമ്മതത്തിൽ പോലും, നമ്മൾ ഓരോ കാര്യം ചെയ്യാനായിട്ട് സമ്മതിക്കുന്നതിൽ പോലും അതിന് ധൈര്യം വേണം, ധീരത വേണമെന്ന് മാർപ്പാപ്പ പറയുകയാണ്. നമ്മുടെ ഭയം, പ്രവർത്തനത്തിനുള്ള ശേഷി ചോർത്തുന്നതും പ്രതിബദ്ധത ഇല്ലാതാക്കുന്നതുമായ തീരുമാനമില്ലായ്മ തുടങ്ങിയ അത്യഗാധമായ ഗർത്തങ്ങൾക്ക് പാലം പണിയുന്നതിന് ധീരത നമ്മളെ ശക്തരാക്കും, പ്രാപ്തരാക്കും. യജമാനൻ നൽകിയ പണം നിക്ഷേപിക്കുക പോലും ചെയ്യാതിരുന്ന, കർത്താവ് പറഞ്ഞ ഉപമയുണ്ടല്ലോ താലന്തുകളുടെ, നഷ്ടപ്പെടുമോ എന്ന് ഭയന്ന് കുഴിച്ചിട്ട അവിശ്വസ്തനായ കാര്യസ്ഥൻ്റെ കഥ നമുക്കറിയാമല്ലോ. മാർപ്പാപ്പ പറയുകയാണ്, ഈ കഥ നമുക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ വിശദീകരിക്കുന്നില്ല. ഒരു വിദ്യാഭ്യാസ പ്രവർത്തകന് ചെയ്യാവുന്ന ഏറ്റവും മോശമായ കാര്യം സാഹസികമായ തീരുമാനങ്ങൾ വേണ്ടെന്ന് വയ്ക്കലാണ് എന്ന് മാർപ്പാപ്പ പറയുന്നു. സാഹസികത ഏറ്റെടുക്കാൻ കഴിയുന്നതിലാണ് മനുഷ്യജീവിതം വിജയിക്കുന്നത്.
സാഹസികതയില്ലാത്തടത്ത് ഫലമുണ്ടാവില്ല. ഇതാണ് ചട്ടം. ആന്തരിക സംഘർഷങ്ങൾക്ക് നടുവിൽ ഒരു വ്യക്തി സാഹസികവും സൃഷ്ടിപരവുമായ ഒരു തീരുമാനമെടുക്കുന്നു. അവിടെയാണ് എടുക്കുന്നത്. അവന് ധൈര്യം വേണം. വിഷയത്തിൻ്റെ ഹൃദയത്തിലേക്ക് നേരിട്ട് പ്രവേശിക്കുന്ന, അത്യാവശ്യങ്ങളിൽ ഫോക്കസ് ചെയ്യുന്ന, എല്ലാ പ്രാരംഭ സന്ദേഹങ്ങളെയും മറികടക്കുന്ന ധൈര്യം, അതാണ് ഉണ്ടാകേണ്ടത്. ആദ്യ ശിഷ്യന്മാരെ അനന്യരാക്കിയ ധൈര്യമാണത്. ആത്മീയ ദരിദ്രരായവരുടെ പുണ്യമാണത്. മാർപ്പാപ്പ പറയുകയാണ് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 3 ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാന്മാർ, എന്തെന്നാൽ ദൈവരാജ്യം അവരുടേതാണ് എന്ന് പറയുന്ന അതൊരു ധീരതയിൽ ഏറ്റെടുക്കേണ്ടതാണ്. ലോകത്ത് എത്ര പേരും അത് ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ധീരത ആവശ്യമാണ്. കുട്ടികളിൽ ധീരത വളർത്തണം. പലപ്പോഴും മാതാപിതാക്കന്മാരാകട്ടെ നമ്മുടെ അധ്യാപകരാകട്ടെ ഭയം ജനിപ്പിക്കുകയാണ്. അങ്ങനെ അവരുടെ സർഗശക്തികൾ മുരടിപ്പിച്ച് കളയുന്ന എത്രയോ അനുഭവങ്ങൾ നമുക്ക് ജീവിതത്തിൽ പറയാൻ സാധിക്കും. ഇതാണ് മാർപ്പാപ്പ പറഞ്ഞു, ധീരതയോടെ യുവജനങ്ങൾക്ക് സ്വപ്നങ്ങൾ കാണണം. സ്വപ്നങ്ങൾ കാണുന്നതിനും ക്രിസ്തുവിൻ്റെ അളവുകൾക്കായി, അവിടുത്തെ സ്നേഹത്തിൻ്റെ നീളത്തിനും ഉയരത്തിനും ആഴത്തിനുമായി ദാഹിക്കുന്നതിനും അവരെ സഹായിക്കുന്നതിന് സാധ്യമായതെല്ലാം നിങ്ങൾ ചെയ്യണം. നിങ്ങളുടെ ജീവിതത്തിലും സേവനത്തിലും വിശ്വാസിയുടെ ധീരമായ ആത്മവിശ്വാസം എപ്പോഴും ഉണ്ടാക്കുവാൻ നിങ്ങൾ യത്നിക്കണം. അതാണ് മാർപ്പാപ്പ ആഗ്രഹിക്കുന്നത്. ആരാണ് മുന്നോട്ട് പോകുവാൻ നമുക്ക് ധൈര്യം പകരുന്നത്? സഭയിൽ അദൃശ്യനായിരിക്കുന്ന പരിശുദ്ധാത്മാവാണ് എന്നും മാർപ്പാപ്പ ചൂണ്ടിക്കാട്ടി. അവിടുന്ന് നമുക്ക് കരുത്തും ധൈര്യവും പകരുന്നു. പരിശുദ്ധാത്മാവ് തരുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് ധൈര്യം, ധീരത. ഒത്തിരി പേടിയാണ്, എത്രയോ മനുഷ്യരാണ് പേടിക്കുന്നത്. കൊച്ചുങ്ങൾക്ക് പേടി, മുതിർന്നവർക്ക് പേടി. ഇവിടെയാണ് പരിശുദ്ധാത്മാവിൻ്റെ വലിയ സഹായം നമുക്ക് ആവശ്യമുള്ളത്. ധൈര്യം തരണമേ എന്ന് നാം പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കണം. അപ്പോൾ പാവപ്പെട്ടവർക്ക് വേണ്ടിയുള്ള സ്വരമുയർത്തിയതിനും അവരെ സഹായിക്കാനും, യൂണിവേഴ്സിറ്റികളിൽ പഠിക്കാൻ പണമില്ലാത്തവരെ പഠിപ്പിക്കാനുമൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു എന്ന് ഞാൻ അറിയുന്നു. അതിനു വേണ്ടിയിട്ടുള്ള സംരംഭങ്ങൾ നിങ്ങൾ തുടങ്ങിയിട്ടുണ്ട് എന്ന് ഞാൻ അറിയുന്നു. അത് വലിയ കാര്യമാണ്, ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്നും മാർപ്പാപ്പ അവരെ ഓർമ്മിപ്പിച്ചു, നന്ദി രേഖപ്പെടുത്തുകയും ചെയ്തു. ക്രൈസ്തവ ഉപവിയുടെ അടയാളമാണിത്. ഇങ്ങനെ മറ്റുള്ളവരെ കൂടി ഉയർത്താൻ സഹായിക്കാൻ പരിശ്രമിക്കുന്നത്, പ്രത്യേകിച്ച് ദരിദ്രർ, അഭയാർത്ഥികൾ, അവർക്ക് പഠിക്കാനും വളരാനും സാഹചര്യം സൃഷ്ടിക്കുന്നത്. മാർപ്പാപ്പയുടെ വാക്കുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ യുവജനങ്ങൾക്കും കുട്ടികൾക്കും പരിശീലനം കൊടുക്കുന്നവരുടെ മുമ്പിലുണ്ട് എന്ന കാര്യമാണ് പറഞ്ഞത്. അവരുടെ ബഹുമുഖമായ കഴിവുകൾ കണ്ടെത്താനും പ്രോത്സാഹിപ്പിക്കാനും സാധിക്കണം. ധീരതയോടെ അവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറാകണം. അതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം മാർപ്പാപ്പ എടുത്ത് പറയുന്നത്. അവരെ അനുധാപനം ചെയ്യണം. അക്കമ്പനിമെൻ്റാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. കൂടെ നടക്കുക, അവരെ സ്നേഹിക്കുക, അവരെ പ്രോത്സാഹിപ്പിക്കുക, വളർത്തുക. ഇത് എല്ലാവർക്കും സാധിക്കട്ടെ. പ്രത്യേകിച്ച് യുവതലമുറയുടെ മേൽ താല്പര്യമുള്ളവർ. 2024 കേരളത്തെ സംബന്ധിച്ചിടത്തോളം യുവജനങ്ങളുടെ ഒരു വർഷമാണ്. യുവജനങ്ങൾക്ക് വേണ്ടിയും അവരുടെ നന്മയ്ക്ക് വേണ്ടിയും സമർപ്പിതമാണ്. പ്രത്യേകിച്ച് ഈ കാര്യങ്ങൾ നമുക്ക് യുവജന പ്രേക്ഷിത പ്രവർത്തനത്തിൽ ഉണ്ടാകാൻ സഭയ്ക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ പരിശുദ്ധ പിതാവിൻ്റെ മറ്റൊരു പ്രസംഗവുമായി കണ്ടുമുട്ടാൻ ഇടയാകട്ടെ.